സിനിമ എന്ന് പറയുന്നത് വാലപ്പൻ ക്രിയേഷൻ്റെ 6ാമത്തെ പ്രൊജക്റ്റാണ്. ആദ്യം നമ്മൾ ചെയ്തൊരു ആൽബമായിരുന്നു. പിന്നെ അവിടെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിനുശേഷം ഒരു കമേഴ്ഷ്യൽ പടം ചെയ്തു. പിന്നെ 2 ആർട്ട് മൂവി ചെയ്തു. പിന്നെ പുതുമയാർന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നമ്മൾ മലയാള സിനിമയ്ക്കായിട്ട് സമ്മാനിക്കുന്നത്. എല്ലാവർക്കും അറിയാം, AI ഫിലിമിനെക്കുറിച്ചും AI വിഷ്വൽ മീഡിയയെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. 100% AI ആയിട്ട് ഇന്ന് വരെ ആരും മലയാളത്തിലൊരു ചിത്രം പോലും നിർമ്മിച്ചിട്ടില്ല. ആ റെക്കോർഡ് ഇന്ന് വാലപ്പൻ ക്രിയേഷനും സിദ്ദിഖും നമ്മുടെ ഈ നിൽക്കുന്ന ടീമും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിനിമയിൽ ഒരു അടിവരയിടാനും അതിൻ്റെ ഒരു ഹിസ്റ്ററി രചിക്കാനും ഈ നിൽക്കുന്ന ടീമിന് സാധിച്ചു. എന്റെ ചുണ്ടുകളിൽ നിന്റെ ചുംബനങ്ങളുടെ മുദ്ര ചാർത്തുക. എന്തെന്നാൽ നിന്റെ അനുരാഗം വീഞ്ഞിനേക്കാൾ മധുരതരമത്രേ. നിന്റെ സുഗന്ധ ലേപനങ്ങളെക്കാൾ അത് ലഹരി പകരുന്നു. അവൻ കുട്ടിയല്ലേ ചേച്ചി, കാര്യങ്ങളൊന്നും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടില്ലല്ലോ. അവന്റെ കണ്ണിൽ ഇതൊക്കെ വെറും അക്കങ്ങൾ മാത്രമാണ്. കുറച്ച് കടലാസുകൾ. മഞ്ഞുമൂടിയ കാനഡയിലെ ഏതോ ഒരു തെരുവിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പെട്ടി പോലൊരു വീട് വാങ്ങാൻ എന്റെ ഈ വലിയ ആകാശത്തെ അവൻ വിൽക്കുകയാണ്. എന്നോടൊരു വാക്ക്. ഇപ്പോൾ നമ്മളെല്ലാവരും AI കാലത്താണെങ്കിലും എല്ലാവരും പറയുന്നു AI സിനിമ പിടിക്കുമെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ക്യാമറ ഉള്ള എല്ലാവരും കയ്യിൽ ക്യാമറയുണ്ട്. അവരൊന്നും ഇപ്പോൾ സിനിമ പിടിക്കുന്നൊന്നുമില്ല. സിനിമ അറിയാവുന്ന അല്ലെങ്കിൽ സിനിമ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു പരിധിവരെ AI സിനിമ പിടിക്കാൻ സഹായിക്കും. അതാണ് എൻ്റെ ഈ 2 വർഷത്തെ ഇതിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഇത് ഒരു അതിഗംഭീരമായ സിനിമയാണ് എന്നൊന്നും അവകാശമില്ല. എങ്കിൽ തന്നെയും ഈ രംഗത്ത് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു കാലഘട്ടമാണ് AI സിനിമയിൽ, അല്ലെങ്കിൽ മറ്റെല്ലാ രംഗത്തെ പോലെ സിനിമയിലും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ആളുകൾക്ക് തൊഴിലവസരങ്ങളും മറ്റും എല്ലാം ഉണ്ടാകാനുള്ളൊരു വലിയൊരു മേഖലയാണിത്. അപ്പോൾ എന്തായാലും ഇത്തരമൊരു സംരംഭത്തിന് കൂടെ നിന്ന ഷാജു വാലപ്പൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ലിൻസി ഷാജു വാലപ്പൻ, പിന്നെ എൻ്റെ കൂടെ നിന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അത് നല്ല കാര്യങ്ങളാണെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ നിങ്ങൾക്കേ സാധിക്കൂ. ഞങ്ങൾക്ക് ഇത് സൃഷ്ടിക്കാനേ സാധിക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള ദൗത്യം ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. AI സംവിധാനത്തിലുള്ള അതിൻ്റെ എല്ലാ സാങ്കേതിക മേഖലകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ ചിത്രം എന്ന ബഹുമതി ഈ ചിത്രത്തിന് ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ ചിത്രത്തിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ. അത് നമ്മുടെ മലയാള സിനിമയിലെ പ്രേക്ഷക മനസ്സുകളെ അത് കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. സാമിന്റെ ഭാര്യയുടെ അപ്പച്ചനെ മുന്നിൽ നിർത്തിയാണ് അയാൾ ഈ ചതി നടത്തിയത്. എങ്ങനെയാണ് നിനക്ക് ഇവിടെ വിട്ട് പോകാനാവുന്നതും? നിന്നോട് വിട ചൊല്ലാൻ എനിക്കാകില്ല. കാരണം ഞാൻ നിന്റെ ആത്മാവല്ലയോ.